നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5 തിങ്കളാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും പോസിറ്റീവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയും സെൻസെക്സും 1% നേട്ടമാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയത്. ധാരാളം പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് പുറത്തു വന്ന ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് പുറത്തു വന്നു. വളരെ നല്ല റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഏകദേശം 10% റാലിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നടത്തിയത്. ശനിയാഴ്ചയാണ് SBIയുടെ റിസൾട്ട് വന്നത്. അതിൻ്റെ ഒരു റിയാക്ഷൻ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാവുന്നതാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ക്ലോസ് ചെയ്തിട്ടുള്ള US മാർക്കറ്റുകൾ നോക്കാം. 3 മാർക്കറ്റുകളും 1.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു, 1.5% ഉയർന്നു. ഡൗ ജോൺസ് 1.38%, S&P 500 1.47% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ S&P 500ഉം ഡൗ ജോൺസും ഇത് 9ാമത്തെ ദിവസമാണ് പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 20 വർഷത്തിന് ശേഷമുള്ള ഒരു ലോങ്ങസ്റ്റ് ബുൾ റൺ തന്നെയായിരുന്നു ഇത്. പോസിറ്റീവായിട്ടായിരുന്നു ഈ ഡാറ്റ പുറത്തു വന്നത്. കൂടാതെ തൊഴിലില്ലായ്മ നിരക്ക് 4.2% തുടരുന്നു. വിപണിക്ക് ഊർജ്ജം പകർന്ന മറ്റൊരു കാര്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 145% തീരുവയെക്കുറിച്ച് സംസാരിക്കാൻ US നിന്നുള്ള ഒരു ഓഫർ പരിഗണിക്കുന്നതിനായി ചൈന വെള്ളിയാഴ്ച പറയുകയുണ്ടായി. അതും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനവും പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത്. ഇൻഫോസിസ് 1.59% ഉയർന്നു. വിപ്രോ 1.22%, ICICI ബാങ്ക് 2%, HDFC ബാങ്ക് 1.85%, ഡോക്ടർ റെഡ്ഡി 1.19% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ വിപണി തന്നെയാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത്. ഫ്രാൻസ് മാർക്കറ്റ്, ജർമ്മൻ മാർക്കറ്റ് എന്നിവ 2% നേട്ടമുണ്ടാക്കി. UK മാർക്കറ്റ് FTSE ഇത് തുടർച്ചയായ 14ാമത്തെ ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇതൊരു റെക്കോർഡ് തന്നെയാണ്. ട്രേഡ് ടെൻഷനുകൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ നേട്ടവും കഴിഞ്ഞ ആഴ്ച കുറഞ്ഞു. സ്വർണം കഴിഞ്ഞ ആഴ്ച നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും വെള്ളിയാഴ്ച 0.5% നേട്ടമുണ്ടാക്കി. 70,040 രൂപയിലാണ് ഇപ്പോൾ കേരളത്തിൽ പവന് വിലയായിട്ട് വരുന്നത്. ഏതായാലും ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ഈ ആഴ്ച RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. കൂടാതെ SBIയുടെ റിസൾട്ടുകൾക്കുള്ള ഒരു റിയാക്ഷനും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതായാലും അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു ആഴ്ചയായിട്ട് തന്നെയാണ് ഇത് കണക്കാക്കാൻ കഴിയുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും തൊട്ടുമുകളിലെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് പുറത്തു വന്ന ഒരാഴ്ചയായിരുന്നു. ഇന്നും വളരെ നിർണായകം തന്നെയായിരിക്കും. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് ശനിയാഴ്ചയാണ് പുറത്തു വന്നത്. ആ റിസൾട്ട് എത്തരത്തിലാണ് എന്ന് നോക്കാം. കൂടാതെ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെയും റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ രണ്ടും ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് വളരെയേറെ നിർണായകമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് പൂർണ്ണമായും തന്നെ ഒന്ന് മനസ്സിലാക്കാം. നെറ്റ് പ്രോഫിറ്റിൽ 10% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18,643 കോടി രൂപയിലാണ് ഇപ്പോൾ Q4 റിസൾട്ട്, അതായത് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. പ്രൊവിഷൻസിൽ 20% വർധനവ്, NPAയിൽ 20% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 2.7% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. നോൺ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 39% വർധനവും. ഗ്രോസ് NPA ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, 2.24% ഇപ്പോൾ ഉള്ളത്. കൂടാതെ 25,000 രൂപ QIP വഴി സമാഹരിക്കാനും SBI പദ്ധതി ഇടുന്നു. ഈ പുറത്തു വന്ന റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 10% ഇടിവ് കമ്പനി രേഖപ്പെടുത്തി നെറ്റ് പ്രോഫിറ്റിലെങ്കിലും ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു പ്രോഫിറ്റായിട്ട് പുറത്തു വന്നത്. അത് തികച്ചും പോസിറ്റീവ് തന്നെയാണ്. ഏതായാലും ഇതിൽ വലിയൊരു പോസിറ്റിവിറ്റി ഒന്നും കാണാത്ത കൊണ്ട് തന്നെ ഒരു മൈൽഡ് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനാണ് നാളെ സാധ്യതയുള്ളത്. അടുത്തത് കൊടാക് മഹീന്ദ്ര ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 14% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. 3,551.74 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 4.5% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. ടോട്ടൽ ഇൻകത്തിൽ 6.8% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 3,182.46 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് ടോട്ടൽ ഇൻകം ഉള്ളത്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ 14% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുന്നതായിരുന്നു. അടുത്തത് അവന്യൂ സൂപ്പർ മാർട്ട്സ് ആണ്, അഥവാ DMart. നെറ്റ് പ്രോഫിറ്റിൽ 2% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 551 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 563 കോടി രൂപ പ്രോഫിറ്റിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. ഇനി മാർജിൻസ് പ്രഷറിൽ തന്നെയാണ്. കൂടാതെ
ഒരു സ്ട്രോങ് റവന്യൂ ഗ്രോത്തും കമ്പനി രേഖപ്പെടുത്തി. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിൽ നിന്ന് 458.14 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് അദാനി പോർട്സിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. ടോട്ടൽ കാർഗോ ഹാൻഡ്ലിങ്ങിൽ 4% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. കണ്ടെയ്നർ വോളിയത്തിൽ 21% വർധനവ് ഇയർ ഓൺ ഇയറിൽ. ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഹാൻഡ്ലിങ്ങിൽ 8% വർധനവ് ഇയർ ഓൺ ഇയറിൽ. റെയിൽ ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ 17% വർധനവ് ഇയർ ഓൺ ഇയറിലും കമ്പനി രേഖപ്പെടുത്തി. പോസിറ്റീവായിട്ടുള്ള തന്നെയാണ്. അടുത്തത് ഗ്രാവിറ്റ ഇന്ത്യ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 37% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 69.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും നല്ല വർധനവ് തന്നെയാണ്. 20.1% വർധനവ് രേഖപ്പെടുത്തി. 1037 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി സൺടെക് റിയാലിറ്റിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 19% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ 50 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 27% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 206 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് RR കേബിൾ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 63.9% നല്ലൊരു വർധനവ് തന്നെയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 129 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 26.4% വർധനവ് രേഖപ്പെടുത്തി. 2218 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 68.7% വർധനവും കമ്പനി രേഖപ്പെടുത്തി. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് Q4-ൽ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത് സിറ്റി യൂണിയൻ ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 13% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 288 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 9.8% വർധനവും കമ്പനി രേഖപ്പെടുത്തി. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഇന്ത്യൻ ഹോട്ടൽസ്, കോഫോർജ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ്, DCM ശ്രീരാം, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, CCL പ്രൊഡക്ട്സ്, എപ്പിഗ്രൽ, ജാഷ് എഞ്ചിനീയറിംഗ്, ബോംബെ ഡൈയിങ്, സുമിറ്റ് സെക്യൂരിറ്റീസ്, സി മീഡിയ കോർപ്പറേഷൻ, GHCL ടെക്സ്റ്റൈൽസ് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. കൂടാതെ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ തുടങ്ങിയ ധാരാളം മേഖലകൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. കൂടാതെ ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, ഗ്ലോബൽ മാർക്കറ്റുകൾ എങ്ങനെ വാച്ച് ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സെഷനിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. തുടർച്ചയായ 12ാമത്തെ ദിവസവും FIS ബൈയിങ്ങിൽ തന്നെയാണ്. കൂടാതെ DISഉം തുടർച്ചയായ 5ാമത്തെ ദിവസവും ബൈയിങ് മോഡിൽ തന്നെ. FISഉം DISഉം ബൈയിങ് മോഡിലായത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റിവിറ്റി നൽകുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു നില വെച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 24,532 എന്ന നിലയിലാണ്. അതായത് ഏകദേശം 120 മുതൽ 130 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് അന്നത്തെ ആ ഒരു നില വെച്ച് നമുക്ക് സാധ്യതകൾ കാണുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. OPEC പ്ലസ് മീറ്റിങ്ങിന് മുന്നോടിയായി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ഓയിൽ പ്രൈസുകൾ ഇടിവിൽ തന്നെയായിരുന്നു. 1% മുകളിൽ ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 24,366-ൽ 12 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ആദ്യത്തെ അരമണിക്കൂറിൽ ഒരു നല്ല റാലിയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ച ഡെയിലി സ്കെയിലിൽ ഒരു സ്പിന്നിംഗ് ടോപ്പിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ്. വെള്ളിയാഴ്ചയിലെ ഹൈ ആയിട്ടുള്ളത് 24,589 ആണ്. ആ ഹൈയിൽ നിന്ന് ഏകദേശം 350 പോയിന്റ്സ് ആണ് നിഫ്റ്റി ഇടിഞ്ഞത്. തുടർച്ചയായ 9ാമത്തെ ദിവസവും നിഫ്റ്റിക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഈ 9ാമത്തെ ദിവസവും നിഫ്റ്റി 24,000 മുതൽ 24,500 വരെയുള്ള ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ റേഞ്ചിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് എന്ന് ലഭിക്കും എന്ന് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 23,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,300 സ്ട്രൈക്കിൽ 61% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 28% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,250 സ്ട്രൈക്കിൽ 122% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 161% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ് കാണുന്നത്.
24,350 സ്ട്രൈക്കിൽ 43% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 98% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് 24,350 സ്ട്രൈക്കിലും 24,250 സ്ട്രൈക്കിലുമാണ്. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് 24,300 സ്ട്രൈക്കിലുമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,155 28 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഒരു ഡോജി ക്യാൻഡലിന് സമാനമായ ക്യാൻഡിൽ ഫോർമേഷനാണ് ഇപ്പോൾ ഫോം ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 56,000 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫോമിലാണ് ബാങ്ക് നിഫ്റ്റി പോകുന്നത്. കൂടാതെ ഈ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റിക്ക് തരണം ചെയ്യാൻ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് നമ്മൾ കണ്ടതാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് 55,500 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 56,000 സ്ട്രൈക്ക്, അതിനുശേഷം 57,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000, അതിനുശേഷം 54,000 സ്ട്രൈക്ക്, അതിനുശേഷം 55,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000. ഇന്ത്യ വിക്സിലേക്ക് ഇപ്പോഴും ഇന്ത്യ വിക്സ് 18 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 18.26 0.19% ഉയർന്നാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കമന്റ് ബോക്സിൽ നമ്മൾ നൽകിയിരിക്കുന്ന ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുവഴി ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മളിവിടെ ഓപ്ഷനൊക്കെ അനലൈസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു സൈറ്റ് OI പൾസ് എന്ന സൈറ്റാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അതിൽ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.